വിജേഷേ, ഈ അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ച് ഏകദേശ ധാരണകൾ ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട്. പക്ഷേ അതും ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് പൈലറ്റുമാരുടെ പിഴവ് എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷേ പൈലറ്റുമാരുടെ തലയിൽ വെച്ച് കെട്ടി പലരും കൈകഴുകാനുള്ള ശ്രമമാണോ എന്നുള്ള ആക്ഷേപവും ശക്തമാണ് അല്ലേ? ഈ ആക്ഷേപം ശരിക്കും ഉന്നയിച്ചത് പൈലറ്റുമാരുടെ അസോസിയേഷൻ, അവരുടെ സംഘടന തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചില ആവശ്യങ്ങളുണ്ടായിരുന്നു പൈലറ്റുമാരുടെ അസോസിയേഷന്. അതായത് ഈ എയർ ആക്സിഡൻറ്റ് നടന്ന സംഭവത്തിൽ അന്വേഷിക്കാൻ വിവിധ ഏജൻസികളാണ് ഏൽപ്പിച്ചത്. പക്ഷേ ഈ ഏൽപ്പിച്ച ഏജൻസികളിൽ ആരും ഒരു പൈലറ്റ് ഇല്ല എന്നതാണ്, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പൈലറ്റ് ഇല്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആദ്യഘട്ടം മുതലേ ഒരു ഭയം ഉണ്ടായിരുന്നു, ഇത് പൈലറ്റിൻ്റെ, ഒന്നുകിൽ ക്യാപ്റ്റൻ്റെ അല്ലെങ്കിൽ സഹ പൈലറ്റിൻ്റെ, ഈ രണ്ടുപേരുടെ ആരെങ്കിലും തലയിലേക്ക് ഇത് വരുത്തും എന്നുള്ളത്. കാരണം ഈ വിമാന അപകടം നടന്നു കഴിഞ്ഞാൽ ഈ വിമാനം ആരാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ കമ്പനിക്ക് ഭീമമായ തുക ഇതിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഇപ്പം ഈ അഹമ്മദാബാദ് വിമാന അപകടത്തെ സംബന്ധിച്ചിടത്തോളം 2 ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ബോയിങ് അല്ലെങ്കിൽ എയർ ഇന്ത്യ. വേറെ സാധ്യതകളൊന്നും അതിൽ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒന്നുകിൽ ബോയിങ് എന്നുള്ളത് കൊണ്ട് തന്നെ വിമാന നിർമ്മാണത്തിലെ എന്തെങ്കിലും അപാകത എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എയർ ഇന്ത്യ ആണെങ്കിലോ ഇത് കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്തിയിട്ടില്ല, അതിൻ്റെ സർവീസും കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എയർ ഇന്ത്യ ആദ്യഘട്ടത്തിൽ പറഞ്ഞു 2 എഞ്ചിനും തകരാറാവാനുള്ള യാതൊരു സാധ്യതകളുമില്ല. അതായത് ഒരു എഞ്ചിൻ കഴിഞ്ഞ മാർച്ചിൽ സർവീസ് ചെയ്തതാണ്, രണ്ടാമത്തത് ഇനി വരുന്ന ഡിസംബറിലും കണ്ടാണ് സർവീസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സർവീസിംഗ് എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള വിമാനമാണ്. വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അപകടം നടക്കില്ല എന്ന് പറയുന്നു. പിന്നെ ആർക്കാണ് സാധ്യത? വിമാന നിർമ്മാണത്തിൽ ഇത്രയും പഴക്കം വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം, അത് വിമാന നിർമ്മാണ കമ്പനിയുടെ തലയിൽ വെക്കാം എന്ന് കരുതി അവരുടെ കാര്യം വരുന്നു. ബോയിങ് അധികൃതർ ഇവിടെ വന്നു. ബോയിങ് അധികൃതർ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരാഴ്ചയിലധികം എല്ലാം പരിശോധിച്ചിട്ട് ഞങ്ങൾക്കും ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രശ്നമൊന്നും. പിന്നെ ഇതിൽ ആൻസർ കിട്ടണമെങ്കിൽ ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്യണം. 2 ബ്ലാക്ക് ബോക്സുകളും കുറേ ദിവസം കൂടെ ഇന്ത്യയിൽ വെച്ച് പരിശോധനയും കാര്യങ്ങളൊക്കെ നോക്കി ഒരെണ്ണം അമേരിക്കയിൽ അയക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ 2 ഡീകോഡ് ചെയ്തെടുത്തു. ഈ എടുത്തു എന്ന് പറയുന്ന രേഖകൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഔദ്യോഗിക രേഖകളായിട്ട് വന്നിട്ടില്ല. അതിൽ പറയുന്നത് ഈ പറഞ്ഞ 2 പൈലറ്റുമാർ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാപ്റ്റൻ്റെ അടുത്ത് സഹ പൈലറ്റ് ചോദിക്കുന്നു എന്തിനാണ് ആ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നു. അതിന് ആദ്യഘട്ടത്തിൽ ഈ ക്യാപ്റ്റന് ഉത്തരമില്ല. പിന്നീട് അയാൾ പറഞ്ഞു ഞാനല്ല അത് ചെയ്തത്, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അതിനിടയിൽ ഈ പൈലറ്റ് മെയ്ഡേ സന്ദേശം കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. 3 തവണ ഈ സഹ പൈലറ്റ് മെയ്ഡേ പറയുന്നുണ്ട്. വേറെ ഒന്നും ഇല്ല അതിനകത്ത്. അപ്പം ഇങ്ങനെ ഒരു വിവരം വന്നിട്ടുണ്ട്. അതായത് ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്ത സമയത്ത് ഇതാണ് അതിനകത്ത് നിന്ന് കിട്ടിയ വിവരം എന്ന് പറയുന്നു. ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പ്രാഥമിക റിപ്പോർട്ട് 31ാമത്തെ ദിവസം അർദ്ധരാത്രിയിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഈ പൈലറ്റ് അസോസിയേഷൻ്റെ സംഘടനയ്ക്കൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇതാര് സമർപ്പിച്ചെന്നോ ഇതിലാരാണ് അതോറിറ്റി എന്നോ സൈനും ഇല്ല, അതിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു റിപ്പോർട്ടാണ് സമർപ്പിച്ചതെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത്ര വലിയ അപകടം നടന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ഒരു ആൻസർ ഉണ്ടാവണം, എന്തുകൊണ്ട് അപകടം നടന്നു എന്നുള്ളത്. അതിന് ഒരു പ്രാഥമിക റിപ്പോർട്ടാണെങ്കിലും എന്ത് റിപ്പോർട്ടാണെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷണ ഏജൻസിക്ക് ഒരു തലവനുണ്ടാവും. അവരത് സീല് വെച്ച് കവറിൽ സൈൻ ചെയ്ത് സീല് വെച്ച കവറിലാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അത് എന്ത് റിപ്പോർട്ടാണെങ്കിലും അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൊടുത്ത് റിപ്പോർട്ടിൻ്റെ കോപ്പി ആയിരിക്കുമല്ലോ ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ കോപ്പിക്കകത്ത് സൈൻ ഉണ്ടാവണ്ടേ, സീലും ഉണ്ടാവണ്ടേ? അതില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിന് വേറെ എന്തോ കാരണമുണ്ടായിട്ട് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം അതിലുണ്ടായിരുന്ന 2 പൈലറ്റുമാർ മരിച്ചു പോയല്ലോ, എനിക്കും സ്വാഭാവികമായിട്ട് അവരുടെ തലയിൽ വെക്കാം, സുഖമായിട്ട് അവരുടെ തലയിലേക്ക് വെക്കുകയാണ് ചെയ്തത് എന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ ഞാൻ വേറൊരു പഴയ ഒരു അപകടവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അതായത് പെരുമൺ ദുരന്തത്തിൽ ഏകദേശം 10-200 ആളുകൾ മരിച്ചുപോയ ഒരു അപകടം. ആ അപകടത്തിന് ആദ്യഘട്ടങ്ങളിലൊന്നും എന്താണ് കാരണം എന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നീട് അത് നമ്മുടെ റെയിൽവേ മന്ത്രാലയം പറഞ്ഞു ചുഴലിക്കാറ്റുണ്ടായതുകൊണ്ടാണ് ഇത് മറിഞ്ഞു പോയതെന്ന് പറഞ്ഞു. പക്ഷേ ആ ഘട്ടത്തിൽ ആ പരിസരങ്ങളിലുണ്ടായ ആളുകളെല്ലാം പറഞ്ഞു ഇത് ചുഴലിക്കാറ്റല്ല, ലോക്കോ പൈലറ്റിൻ്റെ അത് നിയന്ത്രിക്കാൻ പറ്റും. അതായത് ഫ്രണ്ടിലത്തെ എഞ്ചിൻ പാളം തെറ്റിയ സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ബാക്കിലത്തെ എഞ്ചിന് ബോഗികൾ കൂട്ടിയിടിച്ചിട്ടാണ് മറിഞ്ഞെന്നുള്ളത് അവിടെയുള്ള ആളുകൾ പറഞ്ഞു. പക്ഷെ അതൊരിക്കലും റെയിൽവേ മന്ത്രാലയം അംഗീകരിച്ചില്ല. അവരൊറ്റ വിധി എഴുതി അത് ചുഴലിക്കാറ്റ് കൊണ്ടാണ്. പക്ഷെ അവിടെയുള്ള എല്ലാവർക്കും അറിയാം അത് ചുഴലിക്കാറ്റ് കൊണ്ടല്ല എന്നുള്ളത്. അന്ന് അതിനകത്ത് മരണപ്പെട്ട ആളുകളിൽ 17 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 17 പേരെ തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആർക്കും നഷ്ടപരിഹാരം കൊടുത്തുമില്ല. മരിച്ചവരിൽ തന്നെ ഈ പ്രായപൂർത്തിയായ ആളുകൾക്ക് കൊടുത്തിരുന്നത് 1 ലക്ഷം രൂപയും
കുട്ടികൾക്ക് കൊടുത്തിരുന്നത് 50,000 രൂപ അവരുടെ രക്ഷിതാക്കൾക്ക് ആ രീതിയിലാണെന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ അന്നും ഇവരൊരു നിഗമനത്തിലേക്ക് ഒന്ന് എത്തി, അതായത് ചുഴലിക്കാറ്റ് കൊണ്ടാണ്. ഈ ചുഴലിക്കാറ്റ് ഈ പറഞ്ഞ അവിടെ മാത്രമേ അടിക്കുള്ളൂ, ബാക്കി പ്രദേശങ്ങളിലൊന്നും അടിക്കൂലേ? ഒരു ചുഴലിക്കാറ്റ് ഒരു ഏരിയയിലേക്ക് അടിച്ച് റെഡിയാക്കൂലേ? അപ്പൊ ചുഴലിക്കാറ്റ് ഉണ്ടായാൽ ട്രെയിൻ പോലെ വലിയ ഭീമാകാര ഭാരമുള്ള ഒരു സംഗതി എടുത്ത് മറിയൂ? അല്ല, അപ്പോഴും ഒരു ചോദ്യമുണ്ട്, എഞ്ചിൻ എങ്ങനെ സ്റ്റക്ക് നിന്നവിടെ? അതെ, നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ലേ ഇത്. പുറകിൽ എഞ്ചിൻ പാളം തെറ്റി എന്ന് പറഞ്ഞ സമയത്ത് ചെറിയ മഴ ഉണ്ടായിരുന്നു, എഞ്ചിൻ പാളം തെറ്റി എന്ന് പറഞ്ഞത്. അത് ലോക്കോ പൈലറ്റിന്റെ പരിചയക്കുറവ് എന്നാണ് പറയുന്നത്. ബ്രേക്ക് ചെയ്ത സമയത്ത് ഇത് സ്കിഡായിപ്പോയി, ബാക്കിലുള്ള ബോഗികൾ ഇടിച്ച് താഴെ വീണു. ഇതാണ് ഇതിനകത്തെ വസ്തുത എന്ന് അവിടെ ആ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ പറഞ്ഞു, അവിടെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ മുഴുവൻ. അത് ആഘോഷമാക്കിയ നാട്ടുകാരുണ്ട് കേട്ടോ. ആഘോഷമാക്കിയ മാത്രമല്ല, ഈ മരിച്ചു കിടക്കുന്ന ബോഡികളിൽ നിന്ന് സ്വർണവും പണവും അപഹരിച്ചു കൊണ്ടുപോയ നിരവധി ആളുകളുണ്ട്. അത് കാണാൻ വേണ്ടി അവിടെ തടിച്ചുകൂടിയ 10,000-കണക്കിന് ആളുകളുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ആളുകൾ. അന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി മാധവറാവു സിന്ധ്യ എങ്ങാണ്ടാണ് അദ്ദേഹം അന്ന് ഈ അപകടത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി തയ്യാറായിരുന്ന, അതിന് ഇറങ്ങി തിരിച്ച ആളുടെ ഏകദേശം ഒരു 40ഓളം ആളുകളെ രക്ഷപ്പെടുത്തിയ ഒരാളുണ്ടായിരുന്നു കൊല്ലത്ത്, ഈ സ്ഥലത്തുള്ള ഒരാൾ. അയാൾക്ക് വലിയ പാരിതോഷികം പ്രഖ്യാപിച്ചായിരുന്നു. ആ പാരിതോഷികം ഇന്നും കൊടുത്തിട്ടില്ല ആൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഈ വിമാന അപകടത്തിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉത്തരവാദി ആ പൈലറ്റുമാർ തന്നെയായിരിക്കും. ഇനി പൈലറ്റ് അസോസിയേഷൻ അല്ല, ആര് പറഞ്ഞു കഴിഞ്ഞാലും ഇനി ആ പൈലറ്റുമാരുടെ തലയിലേക്ക് ആ സാധനം വരും. ഇതിന് അന്തിമ റിപ്പോർട്ട് വരാൻ ഒരു 2 മാസം കൂടി എടുക്കും. കാരണം 3 മാസമാണ് ഇതിൻ്റെ അന്വേഷണ കാലാവധി പറഞ്ഞിരുന്നത്. പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ച് 1 മാസം കഴിയുമ്പോൾ 2 മാസത്തെ ഈ സമയം കഴിയുമ്പോഴേക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട്, അതായത് പൈലറ്റുമാരുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞിട്ട് പുറത്തു വന്ന വാർത്തകൾ, അത് തെറ്റാണെന്നും അത് ഞങ്ങൾ കൊടുത്ത വിവരമാണെന്നൊന്നും ഈ പറഞ്ഞ അന്വേഷണ ഏജൻസി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണലാണല്ലോ ഇങ്ങനൊരു വാർത്ത പുറത്തത്. സ്വാഭാവികമായിട്ടും അവർ പുറത്തു വിടുന്ന വാർത്തകൾക്ക് മിക്കവാറും ആധികാരികത ഉണ്ടാവാറുണ്ട്. വെറുതെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അടിക്കും പോലെ പുകയടിക്കാറില്ല. അവർ കൃത്യമായിട്ട് എന്തെങ്കിലും ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ അവർക്ക് അവരുടേതായ നിഗമനങ്ങളും കൂടെ വെച്ചിട്ട് ഒരു സാധനം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത് കണ്ടിട്ടുള്ളൂ നമ്മൾ ഇത്രയും കാലം. അപ്പോൾ ഈ ഒരു വിഷയത്തിലും അവർ കൃത്യമായിട്ട് പറയുന്നത് ഈ വിമാനാപകടം നടക്കാനുള്ള സാധ്യതകൾ ഇങ്ങനെയാണ്. അതിനോടൊപ്പം അവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്. 2018 ഈ പറഞ്ഞതുപോലെ ഈ ഇന്ധന വിതരണ സ്വിച്ചിൻ്റെ കാര്യങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അമേരിക്കയിലൊക്കെ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിമാനങ്ങളിൽ പരിശോധന നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതെ, ഇന്ത്യയിൽ ഇപ്പോഴാണ് ഈ അപകടം ഉണ്ടായതിനു ശേഷം ഇതാണ് സാധ്യത എന്ന് പറഞ്ഞതിന് ശേഷമാണ് DGCA പറയുന്നത് എല്ലാ വിമാനങ്ങളുടെയും പരിശോധിക്കണം. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ബോയിങ് നിർമ്മിച്ച ഡ്രീം ലൈനർ ഗണത്തിൽപ്പെട്ട വിമാനങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ബാക്കി വിമാനങ്ങൾക്കൊന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെടുന്ന വിമാനങ്ങൾ, അത് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആകെ എയർ ഇന്ത്യയും ഇൻഡിഗോയും മാത്രമേ ഉള്ളൂ. എയർ ഇന്ത്യയിലാണ് കൂടുതൽ വിമാനങ്ങൾ, 30 വിമാനങ്ങളെങ്ങാണ്ട് ഈ ബോയിങ്ങിൽ ഈ വിമാനങ്ങൾ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളുണ്ട്. അപ്പോൾ ഈ 30 വിമാനങ്ങളിൽ ഏകദേശം 50% വിമാനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് എയർ ഇന്ത്യ. ഈ മാസം 21-ാം തീയതി വരെ എങ്ങാണ്ടാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന്, അതായത് വിമാനം ഓപ്പറേറ്റ് ചെയ്യുന്ന എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, അതായത് ഈ പറഞ്ഞ ടാറ്റ, ഇപ്പോൾ ടാറ്റയാണല്ലോ നേരത്തെ ഇന്ത്യ സർക്കാർ, ഇപ്പോൾ ടാറ്റ ഏറ്റെടുത്ത് അത് നടത്തുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള പരിശോധനകളുമില്ല. തികച്ചും ഈ പരിശോധനകളെല്ലാം കൂടി ഒരു ചെറിയൊരു കാര്യം, അതായത് വലിയ പ്രതിഷേധം. ഇപ്പോൾ എന്തെങ്കിലും അടുത്ത വാർത്ത വരുമ്പോൾ ഇതെല്ലാം മറന്നു പോകും ആളുകൾ. ഇങ്ങനെ നിരവധി അപകടങ്ങൾ മറന്നു പോകുന്നുണ്ട്. അതുപോലെ ഇതും മറന്നു പോകും എന്നുള്ളത് കൊണ്ട് പൈലറ്റ് അസോസിയേഷൻ്റെ പ്രതിഷേധങ്ങൾക്കൊന്നും വലിയ വിലയും കൊടുത്തിട്ടില്ല. ഇപ്പോൾ 2 മാസം കഴിയുമ്പോൾ ഇത് നേരെ സംഭവിക്കാൻ പോകുന്ന അന്തിമ റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് സമർപ്പിക്കും. അതിൽ ഈ പൈലറ്റ് ക്യാപ്റ്റൻ ആയിരിക്കും ഇത് ഓഫ് ചെയ്തതാണ്, അല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും വിഷാദ രോഗമോ മാനസിക പ്രശ്നം ഉണ്ടായതുകൊണ്ട് അത് ഓഫ് ചെയ്തതാണെന്ന് പറയും. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഏത് പൈലറ്റാണോ വിമാനം ഓടിക്കാൻ തയ്യാറാകുന്നത് അതിന് മുമ്പേ അവരുടെ മെഡിക്കൽ പരിശോധന നടത്തി റിപ്പോർട്ട് കൊടുക്കണമെന്നാണ്. ഇവിടെയും ഇയാളുടെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ട് ഇയാൾ ഫിറ്റ് ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം അവിടെ ചോദ്യചിഹ്നമായിട്ട് കാലങ്ങളോളം അവശേഷിക്കും. യെസ്.